കുരുട്ടുബുദ്ധിയുമായി സുമിത്രയുടെ വീട്ടിലെത്തുന്ന രഘുനാഥനും പ്രതിഭയും. പ്രതാപവർമ്മ വീണ്ടും വന്ന വിവരം സുമിത്രയിൽ നിന്നും അറിയുന്ന രഘുനാഥനും പ്രതിഭയും. നന്ദനയുടെ പേരിൽ ശിവരാമൻ നൽകിയ 40 സെന്റ് സ്ഥലം എന്റെ പേരിലാക്കി തന്നാൽ നിങ്ങളുടെ പദ്ധതിക്ക് കൂട്ടുനിൽക്കാമെന്ന് സുമിത്ര. സുമിത്ര മുന്നോട്ട് വെച്ചത് റിസ്ക്കുള്ള പണിയാണെന്ന് പ്രതിഭ. ഹരിപ്രസാദും നന്ദനയും ഉള്ളിലുള്ള വിഷമങ്ങൾ പങ്കുവെക്കുന്നു. ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ടാണോ തൃശൂരിൽ നിന്നുള്ള സ്ഥലമാറ്റത്തിന് ശ്രമിക്കുന്നതെന്ന നന്ദനയുടെ വാക്കിൽ ഹരിക്ക് മൗനം. ഇനി തുടർന്ന് കാണുക. മനീഷേ, എടാ മനീഷേ, ഇവനിത് എവിടെ പോയി കിടക്കുക? എവിടെയും പോയിട്ടില്ല. എന്താ? ഇതൂടെ അങ്ങ് എടുത്തോ. ഇതെന്താ? മനസ്സിലായില്ല നിനക്ക്? ഞാൻ ഇതിലിട്ടിരുന്ന 100ന്റെ 50ന്റെ നോട്ട് എവിടെയെന്ന്. ഞാനെടുത്തില്ല. നീ എടുത്തില്ല, നിന്റെ കൈ എടുത്ത് കാണും. ഒരു വഞ്ചി ഉണ്ടായിരുന്ന തല്ലിപ്പൊളിച്ച് അതിനുള്ളിലുണ്ടായിരുന്ന മുഴുവൻ കട്ടോണ്ട് പോയി. ഇത് കേട്ടാത്തൊന്നും സമ്പാദ്യ കൊടുക്കകത്ത് 10,000 രൂപ ഉണ്ടായിരുന്നെന്ന്. 5000 ഇല്ലെങ്കിലും 500 കാണും. ഒരു 5 രൂപ എടുക്കാനുണ്ടോ നിന്റെ കയ്യില്? ഇതിലുണ്ടായിരുന്ന 100 രൂപ താ, 50 നീ എടുത്തോ. ഞാൻ അതുകൊണ്ട് ഫോൺ ചാർജ് ചെയ്തു. ആരെ വിളിക്കാനാടാ നിനക്ക് ഫോൺ? ലൈലയുമായിട്ട് കൊഞ്ചാനായിരിക്കും. അല്ല, ദൈവം തമ്പുരാനെ വിളിച്ച് കൊച്ചു വർത്തമാനം പറയാനാ. വിളിക്കേണ്ടി വരും മനീഷേ. ദൈവത്തെ വിളിച്ച് കുറെ കരയേണ്ടി വരും. നാണല്ലല്ലോടെ നിനക്ക് ഇങ്ങനെ ആണെന്നും പറഞ്ഞ് നടക്കാൻ. നിന്റെ പ്രായമില്ലാത്ത എത്രയോ പിള്ളേര് വീട് നോക്കി നടത്തുന്നുണ്ട്. ഞാനും എന്നാലേ മുറ്റത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് നോക്കി നിൽക്കാം. വീടൊന്നും നോക്കിയാ പോരെ? വേണ്ടി വരും. വല്ല വീടിന്റെ മുറ്റത്ത് ചെന്ന് വായി നോക്കി നിൽക്കേണ്ടി വരും. വലിയ താമസമില്ല അതിന്. ഇന്നത്തെ അനുഗ്രഹത്തിന്റെ കോട്ടയായിരിക്കും. എന്നും ഇത് തന്നെയല്ലേ കേൾക്കുന്നത്. പിന്നെ എങ്ങനെ ഗുണം പിടിക്കാനോ? ഗുണം പിടിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാള് നിന്റേതായിട്ടൊരു 10 പൈസ ഉണ്ടാക്ക്, എന്നിട്ട് വാചോടിക്ക്. 10 പൈസയുടെ കണക്കും കൊണ്ട് വന്നിരിക്കണോ അമ്മ? എങ്ങനെയെങ്കിലും ഗതി പിടിക്കാനുള്ള ഒരു വഴി തെളിഞ്ഞു വന്നാ അത് മുടക്കുന്നത് ആരാ? ആരെങ്കിലും കുറച്ച് കാശ് തരാന്ന് പറഞ്ഞാ അതിനും സമ്മതിക്കില്ല. പട്ടിയൊട്ട് പുല്ല് തിന്നേയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല. വന്ന് വന്ന് ഞാൻ നിനക്ക് പട്ടിയായല്ലേ? കേക്കണം കേക്കണം ഞാൻ. അങ്ങനെയൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. പൈസക്ക് പൈസ വേണ്ടേ? പെങ്ങളൊരുത്തി രാജകുമാരിയെ വാഴുന്നുണ്ടല്ലോ, നന്ദന. ചെന്ന് തെണ്ട്. അവളുടെ വാലി തൂങ്ങി കുറെ നടന്നതല്ലേ നീ? നന്ദനെ ചെന്ന് തികച്ചു വിളിക്കില്ലായിരുന്നല്ലോ നീ. അവളുടെ കയ്യിൽ നിന്നൊന്നും കിട്ടില്ല എന്നായപ്പോ വിളി നന്ദനെന്നാക്കി. വീണ്ടും നന്ദനെ ചെന്ന് വിളിച്ച് ചെന്ന് കാണ്, വല്ലോം തരും. ആരുടെ സ്വഭാവ മനുഷ്യൻ നിനക്ക് കിട്ടിയത്? പൈസയ്ക്ക് വേണ്ടി ആരുടെ മുന്നിൽ താഴെ മടിയില്ല. ശിവരാമേട്ടൻ പണത്തിന് വേണ്ടി ഒരാളുടെ മുന്നിൽ ഓച്ചാനിച്ച് നിന്നിട്ടില്ല. എന്നാ പിന്നെ ഞാൻ വേറെ വല്ലവരുടെ മോനായിരിക്കും. പറയുന്നോടാ മനീഷേ, എനിക്കൊന്നും കേൾക്കണ്ട. വടക്കുന്നാഥാ രക്ഷപ്പെടുത്തണേ. സിസ്റ്ററേ, സിസ്റ്ററേ, സുമിത്ര സിസ്റ്ററേ, സിസ്റ്ററേ, നമസ്തേണ്ട്. സിസ്റ്ററുടെ നെറ്റിക്ക് മുകളിൽ നിന്ന് വലത്ത് ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ആര പോയിട്ട് സർക്കിളിനുള്ളിലായിട്ട് ഒരാത്മകഥ ഞാൻ കേൾക്കുന്നുണ്ട്. ഛേ, ഇയാൾ എന്തിനാ ഈ വീട്ടിലേക്ക് കയറിയത് എന്നാണ് ആ ആത്മകഥം. സോളിലോക്കി. അതിലൊരു ദുരുദ്ദേശമുണ്ട് എന്നുള്ളതാണ് വാസ്തവം.
സംസാരം പുരോഗമിക്കുമ്പോൾ പറയാം എന്താണ് അതെന്ന്. ഞാനിവിടെ ഇരിക്കണോണ്ട് യാതൊരു വിരോധമില്ലോ സിസ്റ്ററിന്. ഇരുന്നു. അകത്തേക്ക് ഞാൻ വന്നത് കാരണം ഭയമോ ടെൻഷനോ അങ്ങനെ വല്ലതുണ്ടോ സിസ്റ്ററിന്? നല്ല ബലമുള്ള ചൂലിരിപ്പുണ്ട് ഇവിടെ. സ്ത്രീ മുന്നേറ്റം, സ്ത്രീ മുന്നേറ്റം. ചൂല അവിടെ തന്നെ ഇരുന്നോട്ടേന്നേ. നമുക്ക് അടിച്ചു വാരാലോ, ചിലന്തി വല തുടയ്ക്കാലോ, ചില പ്രാണികളെ തല്ലിക്കൊല്ലുകയും ചെയ്യാം. ഇത്തവണ എന്ത് തട്ടിപ്പും കൊണ്ടാ ഇറങ്ങിയിരിക്കുന്നെ? ഇത്തവണയെന്നല്ല, ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ തട്ടിപ്പും ഉണ്ടാവില്ല. നന്ദനയുടെ രണ്ടാനച്ഛനായിട്ട് പോലും സ്ട്രെയിറ്റ് ഫോർവേഡാ ഞാൻ. സുമിത്രയ്ക്ക് എന്നെ പരിപൂർണമായിട്ട് വിശ്വസിക്കാം. എന്റെ കയ്യിലെ വിൽപത്രത്തിന്റെ ഫോട്ടോ കോപ്പി ഇല്ല, ചെക്ക് ബുക്ക് ഇല്ല, ഒരു പേന പോലും ഇല്ല. ഒഴിഞ്ഞ കൈയോടെ വന്നു, ദാ ഒഴിഞ്ഞ കൈയോടെ പോകുന്നു, അത്രമാത്രം. എന്നാ വന്നത് എന്തിനാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് പോണം. ഇറങ്ങി പോടാ എന്നല്ലേ സഹോദരി പറഞ്ഞതിന്റെ അർത്ഥം. മലയാളത്തിൽ ഒരു ഗെറ്റ് ഔട്ട്. എന്താ എല്ലാന്നുണ്ടോ? അങ്ങനെ തോന്നിയെങ്കിൽ അങ്ങനെ തന്നെ. ഈ ഗെറ്റ് ഔട്ട് അടിച്ച സുമിത്ര തന്നെ എനിക്ക് ഗെറ്റിംഗ് പറയും, ഇരിക്കാൻ ക്ഷണിക്കും, കുടിക്കാൻ ഗ്രീൻ ടീ അല്ലെങ്കിൽ വേണ്ട ബ്ലാക്ക് ടീ തരും. അതിനെ വേറെ ആളെ നോക്കണം. നോക്കണം, വേറെ ആളെ നോക്കണം. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞ പോയിന്റിലേക്കാണ് സുമിത്ര ഇപ്പൊ വരുന്നത്. മാറി ചിന്തിക്കേണ്ട കാര്യേ. നിലവിലുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറി ആലോചിക്കുമ്പോൾ സുമിത്ര വേറൊരാളാവുമല്ലോ. അങ്ങനെ മാനസിക പരിവർത്തനം വരുന്ന സുമിത്ര എനിക്ക് ഗെറ്റിംഗ് പറയും, ഇരിക്കാൻ ക്ഷണിക്കും, കുടിക്കാൻ ഗ്രീൻ ടീ ബ്ലാക്ക് ടീ തരും. അല്ലെങ്കിലേ അതിലെ ശകലം പാലങ്ങോട്ട് ഒഴിച്ചോളൂ. ഇപ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. പുച്ഛഭാവവും ഈ മുഖത്തിന് നന്നായിട്ട് ചേരും, അസലായിട്ട് ചേരും. നാശം. ഈ മനീഷ് എവിടെ പോയി കിടക്കുക? വിളിച്ചു നോക്കട്ടെ. പ്ലീസ് പ്ലീസ് പ്ലീസ്, മകനൊക്കെ വിളിക്കാൻ വരട്ടെ. ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ വിഷയമൊക്കെ അങ്ങോട്ട് അവതരിപ്പിക്കാം. അല്ലെങ്കിലേ 1.5 മിനിറ്റ്. ഞാനിപ്പോ ഇപ്പുറത്തേക്ക് വന്നതിന്റെ സംഗതി പറയാം. ശിവരാമന്റെ ഫോട്ടോ ആ റൂമിലാണല്ലോ. ആ ഫോട്ടോന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാ സഹോദരിക്ക് മനസാക്ഷി കുത്തുണ്ടാവുക. അത് ഞാൻ ഒഴിവാക്കാമെന്ന് കരുതി. എന്താ മുമ്പ് പറഞ്ഞതിലേ ഞാൻ കാര്യമായ ഭേദഗതികൾ വരുത്തുക. അതായത് നന്ദനയെ പ്രസവിച്ചത് വിദ്യാഭാരതിയല്ലാന്ന് സുമിത്ര സത്യവാങ്മൂലം കൊടുക്കണമെന്നല്ലേ ഞാൻ ഇതുവരെ പറഞ്ഞിരുന്നത്. ആ ആവശ്യം ഞാനിതാ പിൻവലിക്കുന്നു. സുമിത്രയായിട്ട് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തണ്ട. മനസാക്ഷിയെ വെറുതെ നമ്മൾ എന്തിനാ കുത്തി നോവിക്കണത്? പക്ഷേ യഥാർത്ഥ നന്ദന ഇതല്ലെന്നുള്ളൊരു വാർത്ത അന്തരീക്ഷത്തിൽ പ്രചരിക്കും. അതിന്റെ ഉറവിടം സഹോദരി അറിയണ്ട. സ്വാഭാവികമായും ആ വാർത്തയുടെ പേരിൽ ചില ചലനങ്ങളും തുടർ ചലനങ്ങളും ഉണ്ടാകും. വിൽപത്രത്തിന്റെ പേരിൽ തർക്കമുണ്ടാകും, കേസാവും, കോടതിയാവും. ഫലമോ DNA ടെസ്റ്റ്, ജനിതക പരിശോധന. ഇനി ആ ഇടിയും മിന്നലും DNA ടെസ്റ്റിന്റെ റിസൾട്ട് കോടതിയിലെത്തുമ്പോഴേ ചിലര് ഞെട്ടും. കാരണം എന്താ? നന്ദന PS എന്ന് പേരുള്ള വ്യക്തി വിദ്യാഭാരതിയുടെ മകളല്ല എന്നായിരിക്കും DNA പരിശോധനയുടെ ഫലം. അതെങ്ങനെ? എന്റെ പൊന്നു സുമിത്രേ, സർക്കാർ വക കമ്മട്ടത്തിലടിക്കുന്ന കറൻസിക്ക് വരെ വ്യാജനം ഉണ്ടാകുന്നു. പിന്നെയാണോ നിസ്സാരമായൊരു DNA ടെസ്റ്റ് എന്ന് കരുതി സംഭവം അത്ര ഈസി ഒന്നും അല്ല കേട്ടോ. ഭയങ്കര പരീക്ഷണം. പാളിപ്പോയാ പിന്നെ സൂര്യോദയവും അസ്തമയവും ഒക്കെ ജയിലിന്റെ ഉള്ളിലായിരിക്കും. അതൊന്നും സിസ്റ്റർ അറിയണ്ട, അതൊക്കെ എനിക്ക് വിട്. പറയാനാണല്ലോ സുമിത്ര സിസ്റ്ററിന് ബുദ്ധിമുട്ട്. പറയാതിരിക്കാലോ. പരിശോധന ഫലം വന്ന പിന്നെ
നന്ദനെ കുറിച്ചോ വിദ്യാഭാരതിയെ കുറിച്ചോ ഒന്നും പറയരുത്. നോ കമന്റ്സ്. ശിവരാമന്റെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു, അത്രമാത്രം അറിയാം. അത് വിശ്വാമിത്രന് മേനകയിൽ ജനിച്ചതാണോ ഹരന് ഹരിയിൽ ജനിച്ചതാണോ ഒരു ജ്ഞാനവുമില്ല സുമിത്രയ്ക്ക്. അങ്ങനെ ഒരു നിലപാടെടുത്ത് സഹോദരി സഹായിക്കണം. എന്നെയല്ല സഹായിക്കേണ്ടത്, സ്വയം നിങ്ങളുടെ കുടുംബത്തെ. ആലോചിക്കാൻ സുമിത്രയ്ക്ക് ഇഷ്ടംമാതിരി സമയമുണ്ട്. നന്നായിട്ട് ചിന്തിക്കുമ്പോ സുമിത്ര അനുകൂലമായി വരുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അത് വെറുതെ ആവരുത് ട്ടോ. നോട്ടെണ്ണുന്ന യന്ത്രം മേടിച്ച് വെക്കേണ്ടി വരും. ഞാൻ പോയി കഴിഞ്ഞിട്ട് സുമിത്രയ്ക്ക് അത് മനസ്സിലാവും. ഒരു എക്സ്ട്രാ നമസ്തേ കൂടി പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു. നമസ്തേ. ഏയ് അതെ, ഞാൻ വീണ്ടും വരും. പിന്നെ പകൽ സമയാണെന്ന് വിചാരിച്ചിട്ടേ വാതിലും ജനലും ഒന്നും ഇങ്ങനെ തുറന്നിടരുത്. വല്ല കള്ളന്മാരും കേറി പതുങ്ങിയിരുന്നാലോ. എല്ലായിടവും ഒന്ന് പരിശോധിച്ചിട്ടേ വാതിലുകൾ അടയ്ക്കാവൂ കേട്ടോ. ഓ എന്റെ വടക്കുന്നാഥാ. വണ്ടി എടുക്കണ പോത്തെ. നിർത്തി. ഒന്ന് ഇറങ്ങി വരാൻ അസൗകര്യം ഉണ്ടാവോ ആവോ. കുന്നത്തൂരേക്ക് നോ എൻട്രി ഉണ്ടായത് കൊണ്ടല്ല ഞാനേ വഴിയിൽ കാത്തു നിന്നത്. ആ വീട്ടിലേക്ക് കയറി വരരുതെന്ന് പറയാൻ ഗഡ്സുള്ള ആരും ആ വീട്ടിലില്ല. എന്നെ കാണുന്നതിൽ ചതുർത്ഥിയായിട്ടുള്ള ചിലർ അവിടെ ഉണ്ടെങ്കിലും പ്രവേശനം അരുതെന്ന് പറയാൻ ആർക്കും അവിടെ ധൈര്യമില്ല. ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതാ ഞാൻ. നിൽക്കാൻ തീരെ സമയമില്ല എന്നർത്ഥം അല്ലേ? പറച്ചില് കേട്ടാ തോന്നും കളക്ട്രേറ്റിലേക്കാണ് യാത്രയെന്ന്. എന്തോ നാപ്പീച്ച്. ഉദയൻ കല്യാണം കഴിക്കണതിന് മുമ്പും കുന്നത്തൂർ ബിസിനസ് ഉണ്ടായിരുന്നു. അതിന്റെ കാര്യങ്ങൾ നോക്കാൻ ഓഫീസും ഉണ്ടായിരുന്നു.
നോക്കി നടത്താനേ ആളും ഉണ്ടായിരുന്നു. ആ നോക്കി നടത്തിപ്പിന്റേതായ അപാകതകളാ പിന്നീട് അങ്ങോട്ട് കണ്ടത്. തൃക്കാലി വെച്ച ഒരാള് കോലോത്ത് കേറിയതിന്റെ അപാകതകളാ പിന്നീട് ഉണ്ടായത്. അല്ലാതെ നോക്കി നടത്തിപ്പിന്റെ പ്രശ്നമൊന്നല്ല. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല, അമ്മ നിർബന്ധിച്ചിട്ടാ ഞാൻ ബിസിനസ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആ അമ്മ, അതായത് എന്റെ അമ്മായി ഇപ്പൊ വീടിന് പുറത്താ. കാരണം ആരാ? കാരണം എന്താണ്? യതീന്ദ്രനും കാർത്തികയും അല്ല. ഈ കേസിൽ ആ കുട്ടികൾ കക്ഷികളെയല്ല. എനിക്കിപ്പോ 51 വയസ്സ് കഴിഞ്ഞ് 52 നടപ്പാ. എന്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഒരൊറ്റ തവണ മാത്രാണ് എന്റെ അമ്മായി എന്റെ കോലോത്ത് വന്ന് ഒരന്തി ഉറങ്ങിയത്. എന്റെ അമ്മ മരിച്ചപ്പോ പിറ്റേന്ന് തന്നെ എന്റെ അമ്മായി കോലോത്തേക്ക് മടങ്ങി പോവുകയും ചെയ്തു. ആ അമ്മായിയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ വീട്ടിൽ വന്ന് നിൽക്കണത്. അതിനുള്ള കാരണമാ ഞാൻ ചോദിക്കണത്. ഞാൻ പറഞ്ഞിട്ടല്ല അമ്മ അങ്ങോട്ട് വന്നത്. ഇതൊക്കെ തന്നെ ഉദയനും പറഞ്ഞു. എന്നാ യഥാർത്ഥത്തിലേ ഉത്തരവാദികൾ നിങ്ങളാ. ഒഴുക്കില്ലാത്ത വെള്ളത്തിലെ പൊങ്ങുതടി പോലെയാ ഉദയന്റെ ദാമ്പത്യം. അക്കരയ്ക്കൂല്ല ഇക്കരയ്ക്കൂല്ല. ദേ അതാണ് എന്റെ അമ്മായിനെ അലട്ടണ പ്രശ്നം. അല്ലെങ്കിലേ അല്ലാന്ന് പറഞ്ഞീ. ഇത് എന്നോടല്ല പറയേണ്ടത്. താല്പര്യമില്ലാതെ കല്യാണത്തിന് നിന്നു കൊടുത്തവരും അതിന് നിർബന്ധിച്ചവരും ഉണ്ട്. സമാധാനം പറയാനുള്ള ബാധ്യത അവർക്കാണ്. അങ്ങനെ ചുളിവില് രക്ഷപ്പെടേണ്ട വിദ്യാഭാരതിയുടെ മോള്. രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ല എന്നെ ഈ ബന്ധത്തിൽ പിടിച്ചിട്ടെന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന ആൾ ഞാനാണ്. നീ കണ്ടുവച്ച രക്ഷാമാർഗം വേറെ ആയിരുന്നല്ലോ. വയനാട്ടിൽ ഹോട്ടൽ മുറി വരെ ആ വഴി നീണ്ടുപോവുകയും ചെയ്തു. പക്ഷെ അവിടെ വെച്ച് ആ തട്ട് ബ്ലോക്ക് ചെയ്തു. ചതിയിലൂടെ വഴി തടഞ്ഞു എന്ന് പറഞ്ഞ പൂർണ്ണാവും. അതെ, ചതിയായിരുന്നു. വേണമെങ്കിൽ ഞങ്ങൾക്ക് അതേ വഴിയിൽ തുടർന്നും പോവായിരുന്നു. വീമ്പും വീരസ്യൊന്നും എന്നോട് വേണ്ടാട്ടോ. ചില ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴേ എന്റെ ആ ജന്മശത്രുവിന്റെ മുഖമാ ഓർമ്മ വരുന്നത്. ശിവരാമന്റെ, നിന്റെ അച്ഛന്റെ. അതിന് എന്റെ അച്ഛന്റെ ഫോട്ടോ പോലും കണ്ടിട്ടില്ലല്ലോ. പിന്നെങ്ങനെയാ അച്ഛന്റെ മുഖം ഓർമ്മ വരുന്നേ? അത് പിന്നെ എന്റെ മനസ്സിലുണ്ടാ മുഖത്തിന്റെ ഛായ. അത് നേരിട്ട് കാണണമെന്നൊന്നുമില്ല. അച്ഛന്റെ ഫോട്ടോ ആകെ ഉള്ളത് എന്റെ പെട്ടിയിലും പിന്നെ സുമിത്രാമ്മ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലുമാണ്. ഇനി വല്ലതും കണ്ടുപിടിക്കാനായി തേടിപ്പിടിച്ച് എവിടെങ്ങാനും പോയോ? എന്ത് കണ്ടുപിടിക്കാൻ? നീ എന്താ അവിടെ വല്ല നിധി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഉണ്ട്. നിധിയേക്കാൾ വിലപിടിപ്പുള്ള ഒന്നുണ്ട്. അച്ഛൻ എനിക്കായി മാറ്റി വെച്ചിരുന്ന കുറച്ച് ഭൂമി, 40 സെന്റ് സ്ഥലം. എവിടെയാ ഭൂമി? സർവേ നമ്പർ മറ്റും ഓർക്കുന്നില്ല. ഓ, വിശദമായി പിന്നീട് പറഞ്ഞാൽ മതിയാവും. എനിക്ക് നിന്റെ 1 സെന്റ് മണ്ണ് പോലും വേണ്ട. വിദ്യാഭാരതിയുടെ കെയർ ഓഫിലുള്ളതും വേണ്ട. എന്റെയോ വിദ്യയുടെയോ കയ്യിൽ നിന്നേ അങ്ങോട്ടും ഒന്നും നീ പ്രതീക്ഷിക്കണ്ട. എനിക്ക് പറയേണ്ടതേ എന്റെ വസുന്ധരമ്മായിയുടെ കാര്യ. അമ്മായിയുടെ മനസാക്ഷിയെ നീ തട്ടിയെടുത്ത് നിന്റെ മനസാക്ഷിയുടെ ലോക്കറിലാണല്ലോ സൂക്ഷിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയോ? ആ പാവത്തിന് ഒന്ന് ഫോൺ ചെയ്തോ? അമ്മായിക്ക് എന്റെ കോലോത്തെ നല്ല 1-ാം 5 സ്റ്റാർ ഫുഡും അക്കോമഡേഷനും കൊടുക്കുന്നുണ്ട് ഞാൻ. അതിലേ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിന്റെ പ്രതിഫലമായിട്ടേ അമ്മായിയുടെ ഓഹരിന്ന് കുറച്ച് എന്റെ പേർക്ക് എഴുതി തരാനൊന്നും ഞാൻ പറയണില്ല. എഴുതി തന്നാലും ഞാനത് മേടിക്കില്ല. അത്രയ്ക്ക് ചെറ്റയല്ല പ്രതാപവർമ്മ. എന്താ നിങ്ങളുടെ പരിപാടി? അതറിയണം എനിക്ക്. അമ്മായി നടതല്ലിയതാണോ മരുമകള്? അമ്മയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ആരോപണം ഉണ്ടായ ഞാൻ സമാധാനം പറയാം. അതില്ലാത്തടത്തോളം ഞാൻ ഈ കേസിലെ കക്ഷിയല്ല. അല്ലേ മകനുണ്ട് വീട്ടിൽ, അങ്ങോട്ട് ചോദിക്കാം. അമ്മയുടെ അറിവോടെ അല്ലേ ഈ വഴിതടയിൽ നിന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. എന്തോ ഹിഡൻ അജണ്ടയുണ്ട്. അതെനിക്ക് അങ്ങോട്ട് വ്യക്തമായില്ല. മനസ്സിലാക്കിക്കോളാം. ഞാൻ പോന്നു.